ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മൂന്നാമത്തെ ദൂതനൂതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 3-1 നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ 3-1 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം. ഇത് നക്ഷത്രമല്ല, പന്തിൻ്റെ ആകൃതിയിലുള്ള ഉൽക്കയോ ന്യൂക്ലിയർ ബോംബോ ആയിരിക്കാം. ഇത് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം നദികളിൽ പതിക്കുകയും ആ വെള്ളം കയ്പായി തീരുകയും ഇത് കുടിച്ച് വളരെ പേർ മരിക്കുകയും ചെയ്യും. ഇരമ്യാവ് 9:15, 23:19. നദീദേവതകളെ ആരാധിക്കുന്ന ധാരാളം ആളുകൾക്ക് ഈ ദേവതകളെല്ലാം ദൈവിക ശിക്ഷാവിധിയുടെ മുമ്പിൽ അശക്തരാണെന്ന് മനസ്സിലാക്കാം. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. ഗ്രീക്കിൽ ഇതിന് അപ്സിൻതോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കയ്പും അസ്വസ്ഥതയും ഉളവാക്കുന്നതാണ് എന്നർത്ഥം. പഴയ നിയമത്തിൽ ആലങ്കാരികമായി ഈ പദം 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 1. നീതിയെ കൂട്ടിക്കളയുന്നതിന്, ആമോസ് 5:7, 6:12. 2. വിഗ്രഹ ആരാധനയുടെ കൈപ്പേറിയ ഫലം, ആവർത്തനം 29:17-18 വാക്യങ്ങൾ. 3. ദൈവിക ശിക്ഷയുടെ പ്രതീകം, ഇരമ്യാവ് 9:14-15. ഇവിടെ കൈപ്പേറിയ അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. മഹാപീഡന കാലത്ത് മനുഷ്യരിൽ പലർ മരിച്ചു പോകുന്നതായി മനസ്സിലാക്കാം. മറ്റൊരു രീതിയിൽ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങളെ സൂക്ഷ്മമായി പഠനത്തിന് വിധേയമാക്കിയാൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് മൂന്നാമത്തെ കാഹളവിധിയിൽ ഭൂമിയിലെ ശുദ്ധജല സ്രോതസ്സുകളെ ബാധിക്കുന്നതാണ് എന്ന് കാണാം. കാഞ്ഞിരം എന്നത് കയ്പിനെയും ദുരിതത്തെയും ന്യായവിധിയെയും സൂചിപ്പിക്കുന്നു, അഥവാ അതിൻ്റെ പ്രതീകമാണ്. അക്ഷരാർത്ഥ വ്യാഖ്യാനത്തിൽ ഇത് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന യഥാർത്ഥ സംഭവമായി കാണാം. ആകാശഗോളം, നേരത്തെ ഓർപ്പിച്ചതുപോലെ ഉൽക്ക, ഭൂമിയിൽ പതിച്ച് ജലസ്രോതസ്സുകൾക്ക് മലിനമുണ്ടാക്കുകയും അതിലൂടെ അനേകർ മരിക്കുകയും ചെയ്യുന്നു. പ്രതീകാത്മ വ്യാഖ്യാനമായി ഈ വാക്യങ്ങളെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ ഭാഷ പലപ്പോഴും പ്രതീകാത്മക രീതിയിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നക്ഷത്രം, വലിയ നേതാവ്, ശക്തി അല്ലെങ്കിൽ ആത്മീക സ്വാധീനം. കയ്പ് എന്നത് നേരത്തെ ഓർപ്പിച്ചതുപോലെ വഞ്ചന, ദൈവിക ന്യായം. വെള്ളം എന്ന ജീവൻ, സത്യം, ആത്മീയ പോഷണം. അതുകൊണ്ട് ചില വ്യാഖ്യാതാക്കൾ ഇത് മനുഷ്യ സത്യത്തിന് അകന്നു നിൽക്കുന്ന തെറ്റായ ഉപദേശങ്ങളെയും ആത്മീയ അഴിമതിയെ സൂചിപ്പിക്കുന്നു എന്ന് കരുതുന്നു. പഴയ നിയമ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ കാഞ്ഞിരം എന്ന പദം പഴയ നിയമത്തിൽ ദൈവത്തെ വിട്ടുമാറുന്നതിൻ്റെ ഫലമായി കഷ്ടതയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇരമ്യാവ് 9:15, ഇരമ്യാവ് 23:15, വിലാപങ്ങൾ 3:15-19 വാക്യങ്ങൾ. ഈ ഭാഗങ്ങളിലെ കാഞ്ഞിരം പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രതീകമാണ്. ആത്മീകമായി ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധി യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകുമ്പോൾ ജീവിതത്തിലെ മധുരജലം കയ്പായി മാറുന്നു. സത്യത്തിൻ്റെ ഉറവിടമായ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ്. പാപത്തിൻ്റെയും വഞ്ചനയുടെയും ഫലം മരണമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യത്തിൽ ദൈവത്തിൻ്റെ മൂന്നാമത്തെ കാഹളവിധിയെ വിവരിക്കുന്നു. കാഞ്ഞിരം എന്ന നക്ഷത്രം ജലസ്രോതസ്സുകളെ കൈപ്പാക്കുന്നത് ദൈവന്യായവിധിയും പാപത്തിൻ്റെ ദുഷ്ഫലത്തിൻ്റെയും പ്രതീകമാണ്. ഇത് അക്ഷരികമായോ പ്രതീകാത്മികമായോ വ്യാഖ്യാനിക്കപ്പെടുന്നുവെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ഗുരുതരമായ ഫലത്തെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പായി നമുക്ക് മനസ്സിലാക്കാം. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.